സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ഹെസദ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ലോഗോസ് ബൈബിൾ ക്വിസ് എഴുതുന്ന എല്ലാവർക്കുമായി ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15ഉം 16ഉം അധ്യായങ്ങളാണ്. ഏവർക്കും നന്മകൾ നേരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15ാം അധ്യായത്തിൽ പറയുന്ന ഉപമകൾ ഏതെല്ലാം? ഉത്തരം: കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ. ലൂക്കാ സുവിശേഷം 15ാം അധ്യായം 1 പ്രകാരം ആരെല്ലാം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: ചുങ്കക്കാരും പാപികളും. ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ ആരെല്ലാമാണ് പിറുപിറുത്തത്? ഉത്തരം: ഫരിസേയരും നിയമജ്ഞരും. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ആരെക്കുറിച്ച് ആരാണിത് പറഞ്ഞത്? ഉത്തരം: യേശുവിനെക്കുറിച്ച് ഫരിസേയരും നിയമജ്ഞരും. യേശു കാണാതായ ആടിൻ്റെ ഉപമ പറഞ്ഞതാരോടാണ്? ഉത്തരം: ഫരിസേയരോടും നിയമജ്ഞരോടും. കാണാതായ ആടിനെ കണ്ടുകിട്ടിക്കഴിയുമ്പോൾ സന്തോഷിച്ച് ഇടയൻ ആദ്യം എന്തു ചെയ്തതായാണ് വചനത്തിൽ പറയുന്നത്? ഉത്തരം: അതിനെ തോളിലേറ്റുന്നു. കാണാതായ ആടിനെ കണ്ടുകിട്ടിക്കഴിയുമ്പോൾ വീട്ടിലെത്തി ആരെയെല്ലാം വിളിച്ചുകൂട്ടി സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: കൂട്ടുകാരെയും അയൽവാസികളെയും. സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. കാണാതായ നാണയം ഉണ്ടായിരുന്ന സ്ത്രീയുടെ പക്കൽ എത്ര നാണയം ഉണ്ടായിരിക്കെ എന്നാണ് പറയുന്നത്? ഉത്തരം: 10 നാണയം. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞ ഉപമ ഏതാണ്? ഉത്തരം: കാണാതായ നാണയത്തിൻ്റെ ഉപമ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഇളയ മകൻ പിതാവിനോട് പറയുന്ന ആദ്യത്തെ വാക്ക് എന്ത്? ഉത്തരം: പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. സ്വത്തിൽ തൻ്റെ ഓഹരി വാങ്ങിക്കൊണ്ട് ഇളയ മകൻ എങ്ങോട്ടാണ് പോയത്? ഉത്തരം: ദൂരദേശത്തേക്ക് പോയി. ഇളയ മകൻ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത്? ഉത്തരം: ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാകുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. ധൂർത്തനായി ജീവിച്ച ഇളയ മകൻ എവിടെയാണ് അഭയം തേടിയത്? ഉത്തരം: ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത്. ഇളയ മകൻ അഭയം തേടിയ പൗരൻ പന്നികളെ മേയ്ക്കാൻ അവനെ എങ്ങോട്ടാണ് അയച്ചത്? ഉത്തരം: വയലിലേക്ക്. ഇളയ മകൻ എന്ത് തിന്ന് വയറു നിറയ്ക്കാനാണ് ആശിച്ചത്? ഉത്തരം: പന്നികൾ തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട്. തവിട് പോലും കിട്ടാതിരുന്നപ്പോൾ ഇളയ മകന് എന്തുണ്ടായി എന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്? ഉത്തരം: സുബോധമുണ്ടായി. ദൂരെ വച്ച് തൻ്റെ മകനെ കണ്ട പിതാവിൻ്റെ ആദ്യത്തെ പ്രതികരണങ്ങൾ എന്തെല്ലാം? ഉത്തരം: പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പിതാവിനോട് തിരിച്ചു വന്ന ഇളയ മകൻ പറഞ്ഞ വാക്കുകളെന്ത്? ഉത്തരം: പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ മൂത്ത മകൻ എവിടെയായിരുന്നു? ഉത്തരം: വയലിൽ ആയിരുന്നു. വയലിൽ നിന്നും തിരിച്ചു വന്ന മൂത്ത മകൻ വീടിനടുത്ത് വച്ച് എന്തിൻ്റെ ശബ്ദമാണ് കേട്ടത്? ഉത്തരം: സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും. വീടിനടുത്ത് വച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടപ്പോൾ മൂത്ത മകൻ ആരോടാണ് കാര്യങ്ങൾ തിരക്കിയത്? ഉത്തരം: ഒരു വേലക്കാരനോട്.
എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ എനിക്ക് എന്തു തന്നില്ല എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത്. ഉത്തരം: ഒരു ആട്ടിൻകുട്ടിയെപ്പോലും. ഒരു ധനവാന് ആരുണ്ടായിരുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. ഉത്തരം: ഒരു കാര്യസ്ഥൻ. യജമാനന് കാര്യസ്ഥനെക്കുറിച്ച് കിട്ടിയ പരാതി എന്ത്? ഉത്തരം: അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന്. കാര്യസ്ഥൻ എന്തിന് എനിക്ക് ശക്തിയില്ല എന്നാണ് സ്വയം പറയുന്നത്? ഉത്തരം: കിളക്കാൻ. എന്ത് ചെയ്യാൻ ലജ്ജ തോന്നുന്നുവെന്നാണ് കാര്യസ്ഥൻ ചിന്തിച്ചത്? ഉത്തരം: ഭിക്ഷയാചിക്കാൻ. കാര്യസ്ഥൻ തൻ്റെ യജമാനന് എന്ത് കൊടുക്കാനുള്ളവനെയാണ് ആദ്യം വിളിച്ചത്? ഉത്തരം: 100 ബത്ത് എണ്ണ. 100 കോർ ഗോതമ്പ് കടപ്പെട്ടവനോട് എത്രയെന്ന് തിരുത്തി എഴുതാനാണ് കാര്യസ്ഥൻ പറഞ്ഞത്? ഉത്തരം: 80 കോർ. കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ എന്തു ചെയ്തു? ഉത്തരം: പ്രശംസിച്ചു. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി എന്ത് സമ്പാദിച്ചു കൊള്ളാനാണ് യേശു പറയുന്നത്? ഉത്തരം: സ്നേഹിതരെ. എന്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ. എങ്ങനെയുള്ള ഫരിസേയരാണ് ഇതെല്ലാം കേട്ടപ്പോൾ യേശുവിനെ പുച്ഛിച്ചത്? ഉത്തരം: പണക്കൊതിയരായ ഫരിസേയർ. മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുമ്പോൾ ദൈവം അറിയുന്നത് എന്ത്? ഉത്തരം: ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ എന്താണ്? ഉത്തരം: നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും ആരുവരെ ആയിരുന്നു? ഉത്തരം: യോഹന്നാൻ വരെ. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ഈ വചനഭാഗം ഏത്? ഉത്തരം: വിശുദ്ധ ലൂക്ക 16-ാം അധ്യായം 17-ാം വചനം. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നു? ഉത്തരം: വ്യഭിചാരം ചെയ്യുന്നു. ധനവാൻ ധരിച്ചിരുന്നത് എന്ത്? ഉത്തരം: ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും. ധനവാന്റെ പടിവാതിൽക്കൽ കിടന്ന ലാസർ എങ്ങനെയുള്ളവനായിരുന്നു? ഉത്തരം: ദരിദ്രനായിരുന്നു. ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞുമിരുന്നു. ദരിദ്രൻ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ അവനെ എങ്ങോട്ടാണ് സംവഹിച്ചത്? ഉത്തരം: അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്. ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവൻ എന്തു ചെയ്തു? ഉത്തരം: കണ്ണുകൾ ഉയർത്തി നോക്കി. ധനവാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം: ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ധനവാൻ അബ്രാഹത്തോട് എന്തിനു വേണ്ടി ലാസറിനെ അയക്കണമെന്നാണ് അപേക്ഷിച്ചത്? ഉത്തരം: തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി. ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ എന്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് അബ്രഹാം ധനവാനോട് പറഞ്ഞത്? ഉത്തരം: ഒരു വലിയ ഗർത്തം. ധനവാന് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം: 5 സഹോദരന്മാർ. ധനവാന്റെ സഹോദരന്മാർക്ക് സാക്ഷ്യത്തിനായി ആരെല്ലാമുണ്ട് എന്നാണ് അബ്രഹാം പറയുന്നത്? ഉത്തരം: മോശയും പ്രവാചകന്മാരും. ലൂക്ക 16-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? അവ ഏതെല്ലാം? ഉത്തരം: 2 ശീർഷകങ്ങൾ. 1 അവിശ്വസ്തനായ കാര്യസ്ഥൻ, 2 ധനവാനും ലാസറും. ലൂക്ക 16-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം: 31 വാക്യങ്ങൾ. ലൂക്ക 16:9 സമ്പത്തിന് വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ഉത്തരം: മാമോൻ.
എല്ലാവരും നന്നായിട്ട് പഠിക്കുക, വചനം ധ്യാനിക്കുക, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. പഠിച്ച് വലിയ മാർക്ക് നേടി സമ്മാനം നേടുക എന്നതിനേക്കാൾ ഉപരിയായി വചനമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധരിക്കുക. ഗോഡ് ബ്ലെസ് യു.